അങ്ങനെ ചെറിയൊരു വഴിതെറ്റലും ഫുഡടി എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ഞങ്ങൾ എത്തിച്ചേർന്നു കേട്ടോ. മാങ്കുളത്തുള്ള ഒരു ഹോം സ്റ്റേ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ഒരു 12:30 ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ അവിടെ ചെന്ന് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഡ്രസ്സൊക്കെ മാറി റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ ആനക്കുളം ഉണ്ട്. അപ്പോൾ ആനകൾ കാണാമല്ലോ എന്ന് ഓർത്ത് അങ്ങോട്ടേക്ക് ചെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വന്നതിന് മുമ്പൊക്കെ 5 ആനകൾ എന്തോ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ 1:30 വീട്ടിലേക്ക് തിരിച്ചു വന്നു. നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. പിന്നെ രാവിലെ ഒരു 8:30 കണ്ണൂർക്കണം കേട്ടോ. തുറന്നു നോക്കുമ്പോൾ ആണുങ്ങളാരും ഇല്ല, അവരെല്ലാം ചായ കുടിക്കാൻ പോയേക്കാണ്. പിന്നെ ഇതായിട്ട് ഞങ്ങൾ കിടന്ന റൂം. അവിടെ നെജായും അതും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആകെ മൊത്തം 3 റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്വിമ്മിംഗ് പൂള്, ഒരു കിച്ചൺ അങ്ങനെയായിരുന്നു കേട്ടോ. അത് കിച്ചൺ ഞങ്ങൾക്ക് ഉപയോഗിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ 3 റൂമുകളും ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളതായിരുന്നു. നല്ല നല്ല ഫ്രണ്ടിൽ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആനക്കുളത്തിൻ്റെ വ്യൂ ആട്ടോ കാണാൻ പറ്റണത്. അങ്ങനെ കുറേ നേരം അവിടെയെല്ലാം ചുറ്റി നടന്ന് കണ്ടുവിട്ട് കുറേ മരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേലും പിന്നെ പല്ലേക്കാൻ ബ്രഷ് ഒന്നും എടുക്കാത്തതുകൊണ്ട് പൽപ്പൊടിയും പേസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൽപ്പൊടിയും വെച്ച് പല്ലേച്ചു കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ദേണ്ടടാ ഒരാളവിടെ എണിച്ച് വന്ന് നിൽക്കണ്ട കേട്ടോ. പിന്നെ അവളെ എടുത്ത് അവളുടെ മുഖവും പല്ലൊക്കെ തേച്ചു കേട്ടോ. പിന്നെ അതേ ചായ പിടിക്കാൻ പോയവർ വന്നിട്ടുണ്ടായിരുന്നു. അച്ചു രാവിലെ സ്വിമ്മിംഗ് പൂളിൽ ചാടി സന്തോഷത്തിലാട്ടി. നല്ല തണുപ്പ് ഭയങ്കര തണുപ്പ്. രാവിലെ സ്വിമ്മിംഗ് പൂളിൽ അറിയോണ്ടാ. പിന്നെ അത് ആദ്യം എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്നപ്പോൾ കൊണ്ടുവന്ന ക്രീം ബണ്ണും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ അവിടെ ആ സ്റ്റെപ്പയിലും പോയി കാലൂട്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ അത് അച്ചു ഇറങ്ങാൻ നോക്കിയിട്ട് അവനാണെങ്കിൽ നിലത്ത് അടിയിൽ കാല് കുത്തണില്ല. കുറേ താഴെ ചീത്ത ഇട്ടിട്ട് ലാസ്റ്റ് അവൻ കാല് കുത്തി. പിന്നെ അതേപോലെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എക്സസൈസ് ചെയ്യും പോലെ കേട്ടോ. പിന്നെ അതിൻ്റെ പുറമെ തന്നെ അന്വർക്കാക്കായും ഇറങ്ങി ആദൂനെയും ഡ്രസ്സ് മാറ്റി ഇറക്കിച്ചു. പിന്നെ അതേ നെജാനെയും ജസ്റ്റ് ഒന്ന് നീന്തും പോലെ കാണിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ രാത്രി ആനയെ കാണാൻ പോയ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ കടയുള്ളത്. അവിടെ ചെന്ന് ഞങ്ങൾ ഒരു സ്വീറ്റ് പൊറോട്ട, പിന്നെന്താ നെയ്യപ്പം, കോഫി, പിന്നെന്തോ നെയ്പത്തിരി ഇതെല്ലാം മേടിച്ചു. പിന്നെ അതേ സ്വീറ്റ് പൊറോട്ട നല്ല രസമുണ്ടായി. അതിൻ്റെ ഉള്ളിൽ എന്തോ തേങ്ങേൻ്റെയും മധുരത്തിൻ്റെ ഒരു ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ചായയുടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ആ നെജാക്ക് വേണ്ടി ഞാനൊരു സ്വീറ്റ് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് കൊടുത്തു. അവൾക്കത് കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു 11:30 ചായ കുടിച്ചു കേട്ടോ. പൊറോട്ടയും കറികളും ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.